ദേശനിവാസികളെ, റാന്നി പട്ടണം സുവിശേഷത്തിന് ഒട്ടും കുറവുള്ളതല്ല. പതിറ്റാണ്ടുകളായിട്ട് ഇടപെടാതെ നിരന്തരമായിട്ട് നിങ്ങളുടെ ചെവികളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് ഈ യേശുക്രിസ്തുള്ള പാപമോചനം മാത്രം ഞങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ട പാട്ട് പോലെ എല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രോഗങ്ങള്, പീഡകള്, മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങള്, പ്രിയപ്പെട്ട മനോഹരമായിരിക്കുന്ന വീടുകളുടെ നടുവിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ മനോഹരമായിരിക്കുന്ന വീടുകളും അതിന്റെ പകിട്ടുകളും വഴിയാത്രക്കാർ കണ്ട അത്ഭുതം കൂറുകയാണ്. ആരുടേതാണ് ഈ ഭവനങ്ങള്? എത്ര മനോഹരമാണ്! റാന്നി പട്ടണത്തെ ദൈവം അനുഗ്രഹിച്ചല്ലോ, എല്ലാം സമ്പന്നന്മാരാണെന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് റാന്നി പട്ടണത്തെ പറ്റി സാക്ഷ്യം പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ സാക്ഷ്യം അതെല്ലാം ഈ മനോഹരമായിരിക്കുന്ന ബംഗ്ലാവുകൾക്കകത്ത് ഞരങ്ങുന്ന, ഈ മനോഹരമായിരിക്കുന്ന സൗധങ്ങൾക്കുള്ളിലെ തേങ്ങുന്ന അനേക ഹൃദയങ്ങളെ ദൈവം കാണുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമോ നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നവന്. ആകിയാൽ നോക്കുവന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇന്നും പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ വഴി യേശുക്രിസ്തുവാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന അധികം ആൾക്കാരും ക്രിസ്തീയ മതവിശ്വാസികളും നിങ്ങൾ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി പാരമ്പര്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കുന്നത് കൊണ്ടും ആ യേശുക്രിസ്തുവിനുള്ള ദൈവികമായിരിക്കുന്ന സമാധാനം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ ബഹുമാനിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് വരുന്ന മാന്യത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മാനത്തെക്കാൾ ഉപരി നശിച്ചു പോകുന്ന മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നുണ്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ അലയുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളുടെ ബാങ്കിലെ ആ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള സമ്പത്തിനോ നിങ്ങൾക്ക് ദേശത്തുണ്ടായിരിക്കുന്ന അധികാരങ്ങൾക്കോ അവകാശങ്ങൾക്കോ ഒന്നും നിന്റെ ഹൃദയത്തിന്റെ തീ അണപ്പാൻ കഴിയത്തില്ലെന്ന് ഇരിയെങ്കിലും മനസ്സിലാക്കി ആ യേശുക്രിസ്തുവിന് നിങ്ങൾ സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ, യേശുക്രിസ്തു നിങ്ങൾ കീഴടങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുമായിരുന്നു. എന്നാൽ ഈ ദേശത്തുള്ള ക്രിസ്തീയ മതവിശ്വാസികൾക്ക് പറ്റിയ മറ്റൊരു പരാജയമാണ്. നമുക്കെന്താണ് യേശുക്രിസ്തു ലഭിച്ചതാണ് ഈ കൊട്ടാരങ്ങളും വീടുകളും ഈ സമ്പത്തുകളും നമ്മൾ വിശ്വസിച്ചു പോന്നു. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തു നല്ല ഇത് കിട്ടിയെന്നുള്ള സത്യം കൂടെ നിങ്ങൾ അറിയണം. കാരണം എന്താണ്? ഈ പണത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് യേശുക്രിസ്തു മരിക്കേണ്ടി വരുമായിരുന്നില്ല. പ്രിയപ്പെട്ട, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ ഈ സമ്പത്തുകളോ ഈ ലോകത്തിന്റെ അധികാരങ്ങളോ നേടേണ്ടതിന് ഒരിക്കലും യേശുക്രിസ്തു മരിക്കേണ്ടതായിട്ട് വരുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കത്തില്ല. നിനക്ക് ഈ ലൗകികമായിരിക്കുന്ന അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. കാരണം എന്താണ്? യേശുക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ പീലാത്തോസ് എന്ന് പറഞ്ഞ ആ റോമൻ ഭരണാധികാരിയുടെ മുമ്പില് ആ പീലാത്തോസ് അവരോട് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവോ? നീ പറഞ്ഞത് ശരി, ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ സത്യം തന്നെ, പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. പ്രിയപ്പെട്ട, ആയിരുന്നുവെങ്കിൽ എന്റെ ചേകവന്മാര് എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. ഞാൻ യഥാർത്ഥമായിട്ടും, അതായത് കണ്ണുകൊണ്ട് കാണുന്ന ഇസ്രായേലിന്റെ രാജാവായിട്ടാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ എന്റെ ചേകവന്മാര് പോരാടി, അല്ലയോ പീലാത്തോസെ, നീ ഉൾപ്പെടെ കയ്യഫ ഉൾപ്പെടെ ഒരുവനും എന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയുമായിരുന്നില്ല. ഞാൻ എന്റെ പിതാവായ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാല് 12 ലക്ഷത്തിലധികം ദൂതന്മാരെ സ്വർഗത്തിൽ ഇറക്കി വിട്ട് എന്റെ ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. എന്നെ കേൾക്കുന്ന സകല മനുഷ്യരുടെ ഞാൻ പറയുന്നു, കണ്ണുകൊണ്ട് കാണുന്ന ഇതെല്ലാം നീ ഒരു ദിവസം ഉപേക്ഷിച്ച് കളയണമല്ലോ. നിനക്ക് അറിവുള്ള കാര്യമാണ്. നീ നേടിയ അധികാരങ്ങള്, നീ സമ്പാദിച്ച സ്വത്തുകള്, മറ്റുള്ളവരെ കബളിപ്പിച്ച മനുഷ്യരുടെ മുമ്പിലുള്ള മാനം അന്വേഷിച്ച് നീ നേടിയത് എല്ലാം ഒരു ദിവസം വിട്ട് നീ മരണം വഴിയായിട്ട് കടന്നു പോകേണ്ടതെന്ന് നിനക്കറിയാം. എന്നാലും മനുഷ്യരുടെ മുമ്പിലുള്ള ബഹുമാന നിമിത്തം ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ആ ക്രൂശിൽ കഷ്ടമേറ്റ് നിനക്ക് വേണ്ടി നിന്നയേറ്റ കർത്താവിനെ നീ എന്താണ് പുറകിലോട്ട് മറച്ചു കളയാണ്. അതേ പ്രിയപ്പെട്ട, നിന്റെ കർത്താവ് നിന്നിൽ നിന്ന് വളരെയേറെ പുറമോട്ട് പോയിരിക്കുകയാണ്. അതല്ല ശരി, നീ കർത്താവിനെ വിട്ട് അതിദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊരു സമാധാനം വേണമെങ്കിൽ, നിന്റെ മക്കൾക്ക് സമാധാനം വേണമെങ്കിൽ, നിന്റെ വീട്ടിൽ എന്താണ് സന്തോഷം വേണമെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മതി. എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഈ യഥാർത്ഥമായിട്ടും മനുഷ്യരുടെ ജീവിതം ഈ ഭൂമിയിലല്ല, ഈ ഭൂമിയിലെ കോട്ടകൊത്തളങ്ങളല്ല നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രൗഢി എന്ന് പറയുന്നത്. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, മനോഹരമായിരിക്കുന്ന ഒരു ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരു ഭൂമി കുലുങ്ങിയാൽ ഇതെല്ലാം മണ്ണിനടിയിലേക്ക് പോകും. കഠിനമായിരിക്കുന്ന വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഇതെല്ലാം മണ്ണ് മൂടി പോകും. നമ്മളിതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കുറച്ചൊക്കെയും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് പ്രശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2018 വെള്ളപ്പൊക്കത്തിന് നോക്കിക്കേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വത്തുള്ളവരും അല്ല ഒരു കുന്നോളം കൂട്ടിയിടുവാനുള്ള പുതിയ സാരികളും ഡ്രസ്സുള്ളവരും
സാധുക്കളായിരിക്കുന്ന ഒരുവന്റെ കയ്യിൽ നിന്ന് ഒരു അപ്പക്കഷ്ടത്തിന് റൊട്ടിക്ക് വേണ്ടി കൈനീട്ടിയ രംഗം നിങ്ങൾ മറക്കല്ലേ. നമ്മൾ ഇത്രയുള്ള നീ വിചാരിക്കണം. യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. നിന്റെ സമ്പത്തിലോ നിന്റെ മഹത്വത്തിലോ അധികാരത്തിലോ നീ അഹങ്കരിക്കണമെങ്കിൽ നിന്നെ പോലെ പോഷനായിരിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട യേശുക്രിസ്തു ആരാണ്? ആ പീലാത്തോസ് എന്ന് പറഞ്ഞവന്റെ മുമ്പിൽ എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞപ്പോൾ അവനെന്താണ് ഒരു വലിയ പദ്ധതിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മനുഷ്യപുത്രന്മാരായിരിക്കും നമ്മളെ പാപത്തിന്റെ ചതിയാൽ വഞ്ചിക്കപ്പെട്ടു പോയ നമ്മളെ ദൈവത്തോടു കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനും കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൂമി നാളെ ഇല്ലാതെയായിട്ട് തീരും, ലോകം അവസാനിക്കുമെന്നും ലോകാവസാനത്തിന് ശേഷവും നമ്മൾ എന്തെന്നേക്കും ജീവിക്കുന്ന സ്വർഗീയ വാസത്തിലേക്ക് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾ പരിഹരിച്ച് അവരെ വിശുദ്ധന്മാരാക്കി സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി അത്രേ ഞാൻ വന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ നിത്യമായിരിക്കുന്ന വാസം യേശുക്രിസ്തു പറഞ്ഞല്ലോ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതേ പ്രിയപ്പെട്ട, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു അറിവില്ല, അതിനെപ്പറ്റി ഒരു ജ്ഞാനവുമില്ല. ഒരിക്കലും ഒരു സമ്പന്നന് അത്യധികമായിരിക്കുന്ന ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തു അവരോട് വന്നിട്ട് അവൻ പറയാണ്, ഞാൻ ഏറിയ ആണ്ടത്തേക്കുള്ള സ്വരൂപിച്ചിരിക്കുന്നു, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന് സുഖസമൃദ്ധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മൂട, ഇന്ന് രാത്രികാലം നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയും ആർക്കായിരിക്കും? ഇന്ന് രാത്രികാലം നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ സമ്പാദിച്ചതൊക്കെ ആർക്കായിരിക്കും? ദൈവിക വിഷയമായിട്ട് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പന്നനാകുന്നവരുടെ അവസ്ഥ ഇതാണ്. പ്രിയപ്പെട്ട, സമ്പത്ത് കൂടുന്തോറും കൂടുതൽ ഒരു തെറ്റുമില്ല, ഒരു പരാജയവുമില്ല. ആ സമ്പത്ത് നീ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവരാജ്യത്തിന് വേണ്ടി നിനക്കിനി പാർക്കുവാനുള്ള ആ സ്വർഗീയ ഭവനത്തിന്റെ ആ മഹത്വത്തിന് വേണ്ടിയിട്ടും അനേക ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി നിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഭാഗ്യവാന്. അതിന് പ്രതിഫലം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഐഹികമല്ല, ഈ ഭൂമി ഐഹികമല്ല. ഈ ഭൂമിക്ക് അപ്പുറം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്വർഗീയ ദേശമുണ്ട്. ഞങ്ങളെ പോലുള്ളവരത് കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര്, ദൈവത്തിന്റെ ദാസന്മാരെ കഷ്ടങ്ങൾ ഏൽക്കുന്നത്. അതുകൊണ്ടാണ് റാന്നി പട്ടണത്തിൽ ഇന്നും പ്രസംഗിക്കുമ്പോൾ പരിഹാസം ഞങ്ങൾ ഏൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായിരിക്കുന്ന ഒരു ഭവനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ഭൂമിയിലുള്ളത് പോലെ നശിച്ചു പോകുന്നതല്ല, ഈ ഭൂമിയിലുള്ളത് പോലെ തകർന്നു പോകുന്നതല്ല, ഈ ഭൂമിയിൽ കൈവശമാക്കുന്ന പോലെ ആരും വന്ന് നമ്മളെ ബലാത്കാരം ചെയ്ത് കൈവശമാക്കുന്നതല്ല. അതൊരു നിത്യഭവനമാണ്. അതിന് അവസാനമില്ലാത്ത നിത്യതയിൽ അവിടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവോട് വാഴുന്ന ആ ഭവനത്തിലേക്ക് സകല ജനങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പക്ഷേ ആ ക്ഷണം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ആ സ്വർഗീയ ഭവനം, നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നോ നാളെയോ മരിച്ചു പോകുന്ന ഈ ഭൂമിയിൽ, ഇന്നോ നാളെയോ തീർന്നു പോകുന്ന ഈ പ്രൗഢിയുടെ നടുവിൽ നിന്ന് നിങ്ങൾക്കൊരു മാനസാന്തരം വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കാഴ്ച ലഭിക്കാത്തതെന്നറിയാമോ? നിങ്ങളുടെ പാപമാകുന്നു. പ്രിയപ്പെട്ട, എല്ലാ മനുഷ്യരുടെയും കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നു. അവിശ്വാസികളുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ്? യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കാത്ത എല്ലാവരുടെയും കണ്ണുകൾ സാത്താൻ കുരുടാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഭവനം കാണുവാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ കണ്ണുകൾ ഇതാ അടഞ്ഞിരിക്കുന്നു. ആ കണ്ണുകൾ തുറക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ നിത്യമായിരിക്കുന്ന ഭവനം കാണുവാൻ കഴിയത്തുള്ളൂ. അയ്യോ, നിങ്ങളുടെ മുമ്പിൽ ദരിദ്രന്മാരായിരിക്കുന്ന ഉപദേശമാരെ എന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ എന്താണ്? ഒന്നിനും വിലയില്ലാത്ത ചില ഉപദേശമാര് തേരാപാര തെരുവോരങ്ങൾ കൂടെ നടന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളുടെ ചന്തസ്ഥലത്തും വീടുകളിലും വരുമ്പോൾ നിങ്ങൾ പലരും എന്താണ്? കഥകൾ കൊട്ടിയടിച്ചിട്ട് പറയും അല്പം പോലും സമയമില്ലെന്ന്. അതേ പ്രിയപ്പെട്ടെ, നിങ്ങൾക്ക് അല്പം പോലും സമയമില്ല. നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ പറ്റി കേൾപ്പാൻ നിങ്ങൾക്ക് അല്പം പോലും സമയമില്ല. നിങ്ങൾ തിരക്കിട്ട ജീവിതമാണ്. എന്നാൽ ആ തിരക്കുള്ള ജീവിതത്തിൽ ഒരു ദിവസം നീ മരിച്ചു പോകുകയാണ്. എത്ര ദിവസം വേണേലും ഐസിയുവിൽ കിടക്കുന്നതിന് ഒരു പരാതിയുമില്ല. എത്ര മണിക്കൂറുകൾ വേണേലും ഹോസ്പിറ്റൽ മുമ്പിൽ വായി നോക്കിയിരിക്കുന്ന ഒരു കുറവുമില്ല. എന്നാൽ ഒരു ഉപദേശി കഷ്ടം സഹിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പാരമ്പര്യം വെച്ചും നിങ്ങളുടെ മതഭക്തി വെച്ചും നിങ്ങൾക്ക് മനുഷ്യനുള്ള ബഹുമാനം വെച്ചും നിങ്ങൾ പറയും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് എന്റെ ആത്മാവിനെ പറ്റി കേൾപ്പാൻ സമയമില്ല. അല്ല, നിങ്ങളുടെ വീണ്ടെടുപ്പ് വേണ്ടിയോ, നിങ്ങൾക്കൊരു പാപമോചനം വേണ്ടിയോ, അതൊക്കെ പണ്ടേ ഞങ്ങൾക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് യാദൃശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദേശത്തെ ഇരുമ്പൂന്നിക്കര എന്ന് പറയുന്ന ദേശത്തിനോട് ചേർന്നുള്ള ഒരു ഇടവഴിയിൽ കൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ രണ്ട് ക്രിസ്തീയ മതവിശ്വാസികൾ റോഡ് വെക്കിൽ ഇരിക്കുകയാണ്. പ്രായമുണ്ട്, നല്ല ശക്തന്മാരാണ്. ഞാൻ അവരോട് ചോദിച്ചു, അപ്പച്ചമാരെ നിങ്ങൾക്ക് പാപമോചനം കിട്ടിയോ? അയ്യോ, അതൊക്കെ കിട്ടി. ഞാൻ ചോദിച്ചു, എവിടുന്ന് കിട്ടി? ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോൾ അവിടെ വെച്ച് പാപമോചനം കിട്ടിയെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യം തിരിച്ചറിയാതെ സത്യത്തിനെ അടച്ചു നിൽക്കുന്ന പുരോഹിതന്മാര്, ഇവരെ പറ്റി എന്താണ് കള്ളി ഉപദേശങ്ങൾ പറയുന്ന പുരോഹിതന്മാര്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനം തൃശ്ശൂർ കിട്ടത്തില്ല. പാപമോചനം എന്താണ്? ഈ ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. യെരുശലേമിൽ പോയാൽ കിട്ടത്തില്ല. യേശുക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട കല്ലറയുടെ മുമ്പിൽ പോയി കരഞ്ഞാൽ പാപമോചനം കിട്ടത്തില്ല. പാപമോചനം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നീ സ്വന്തമായിട്ട് പ്രാപിച്ചെടുക്കേണ്ടതാണ്, മാനസാന്തരവും സ്നാനത്താലും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മുടെ പാപം നിമിത്തം കഴിയത്തില്ല. ആ പാപത്തെ പറ്റി
പറ്റി ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് നിങ്ങളോട്. നമ്മുടെ ഒന്നാം നമ്പർ ശത്രു പാപമാണ് പ്രിയപ്പെട്ട. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധിയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം എന്താണോ? ആ വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ പാപമാണ് പ്രിയപ്പെട്ടവരെ. അയ്യോ, ഈ പാപവും വിശുദ്ധിയും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഈ പാപവും വിശുദ്ധിയും തമ്മിലുള്ള ഭയങ്കരമായിരിക്കുന്ന യുദ്ധമാണ് ലോകത്തിൽ നടക്കുന്നത്. എന്നാൽ നിങ്ങളോട് കാര്യം ഞാൻ പറയാം, നമ്മുടെ പുരോഹിതന്മാർ പോലും ദൈവത്തെ നമ്മുടെ പാപത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്താണ് പ്രിയപ്പെട്ടവരെ? ആ അത്യുന്നതനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ പാപിയായിരിക്കുന്ന മനുഷ്യനോട് താരതമ്യം ചെയ്യുകയാണ്. എന്നാൽ ഒരു നാളും സാധ്യമല്ല. ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് നമ്മളെ പോലെ ഒരു പാപിയായിട്ട് തീരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നമ്മളെ മനുഷ്യപുത്രന്മാരെ വിളിക്കുന്നത്, മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപമോചനം തന്ന നമ്മളെ വിശുദ്ധന്മാരാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാനത്രേ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഹിതം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെല്ലാം, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമെല്ലാം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ഭവനം നിങ്ങൾക്കാർക്കെങ്കിലും നഷ്ടമായാൽ പിന്നെ എരിയുന്ന തീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ആ സ്വർഗീയ ഭവനം നിങ്ങൾ കൈവശമാക്കണം. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവനായാലും ശരി, നിങ്ങൾ ക്നാനായോ മർത്തോമയോ യാക്കോബയോ ഹിന്ദുവോ മുസ്ലിമോ ആരുമായിക്കോട്ടെ, പ്രിയപ്പെട്ട എല്ലാവർക്കും രക്ഷകൻ ഒരുവനേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ഏക വ്യക്തിയുള്ളൂ, യേശുക്രിസ്തു എന്നാകുന്നു അവന്റെ നാമം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഈ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ആകിയാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ ഈ ക്രിസ്തുവിനെ മാറ്റി നിർത്താൻ വരട്ടെ, ഞാൻ ക്നാനായക്കാരനാണെന്ന് പറഞ്ഞ ഈ രക്ഷകനെ മാറ്റി നിർത്താൻ പറയട്ടെ, അതേ ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ ഈ സ്വർഗം വിട്ട് ഇറങ്ങിയതിനെ മാറ്റി നിർത്തുന്ന പരിപാടി നിർത്തി. പ്രിയപ്പെട്ടവരെ, നിനക്കൊരു മരണമുണ്ടെങ്കിൽ നിന്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കത്തില്ല. നിനക്കൊരു മരണമുണ്ടെങ്കിൽ നിന്റെ മഹത്വം നിന്നെ രക്ഷിക്കത്തില്ല. നിനക്കൊരു മരണമുണ്ടെങ്കിൽ നിന്റെ യാതൊരു അധികാരങ്ങളോ സമ്പത്തോ യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽപ്പാൻ പ്രായോഗികമല്ല. നീ പള്ളിക്കോ സാധാരണക്കാർക്കോ കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി വർക്ക് ചെയ്താലും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽപ്പാൻ നീ യോഗ്യനല്ല. നീ പുരോഹിതന്മാരെ താണു വണങ്ങുന്നവനാണെങ്കിലും യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽപ്പാൻ യോഗ്യനല്ല. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ പാപമോചനം നേടണം. ആ പാപമോചനം എങ്ങനെ സാധ്യമാകുമെന്ന് മാത്രം പറഞ്ഞ് എന്നോട് നിർത്തുകയാണ്. പാപം എവിടെ നിന്ന് വന്നു? പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ നിന്ന് വന്നു. ദൈവത്താൽ ആദ്യ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ വിശുദ്ധനായിരിക്കുന്ന ആദം, അവൻ ചെയ്ത പാപത്താലത്രേ നമ്മൾ പാപിയായിട്ട് തീർന്നത്. ആ പാപിയായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ പിറന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും പാപിയായിട്ട് തീർന്നത്. നമ്മളാരും പാപം ചെയ്ത് പാപിയായിട്ട് തീർന്നതല്ല. പാപിയായിരിക്കുന്ന ഒരു പുരുഷന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ പാപിയായിട്ട് തീർന്നത്. അതേ മനുഷ്യ രക്തത്തിൽ ജനിച്ചവരെല്ലാം മനുഷ്യരാകുന്നത് പോലെ ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത വഴി പാപിയായിരിക്കുന്ന മനുഷ്യനായത് വഴി അവന്റെ രക്തത്തിൽ പിറന്ന നമ്മളെല്ലാവരും പാപികളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ആരാധനയ്ക്ക് പാപത്തെ നിരീക്ഷിക്കാൻ കഴിയുമോ? അയ്യോ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ എന്താണ് ക്രിസ്തീയ മതവിശ്വാസികൾ എന്നെ അധികമായിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പാപികളാണെന്ന് സാക്ഷ്യം പറഞ്ഞു. അയ്യോ, നൂറ്റാണ്ടുകൾക്ക് ശേഷം നിങ്ങളും നിങ്ങളുടെ കൊച്ചുകുട്ടികളും നിങ്ങളുടെ പുരോഹിതവർഗവും എല്ലാം ഒരുപോലെ പറയുന്നു, ദൈവമേ നീ ഏക പരിശുദ്ധൻ, ബലവാനെ നീ ഏക പരിശുദ്ധൻ, ഞങ്ങളോ പാപികളും ദോഷികളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ ശത്രുത്വമാണ് നിങ്ങൾ തിരിച്ചറിയണം. പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാണ്. ആദം എന്ന് പറയുന്നവനോ ഇപ്പോൾ സാത്താന്റെ സന്തതിയാണ്. പണ്ടവൻ ദൈവത്തിന്റെ സന്തതിയും വിശുദ്ധനുമായിരുന്നു. ആ ആദമിന്റെ മക്കളായിരിക്കും നമുക്ക്. പ്രിയപ്പെട്ടവരെ, പിതൃത്വം മാറാതെ നമുക്ക് രക്ഷ കിട്ടത്തില്ല. നിങ്ങൾ എത്രമാത്രം പണം മുടക്കിയാലും എത്രമാത്രം നീതി പ്രവൃത്തി ചെയ്താലും നിങ്ങളുടെ എന്താണ് പിതൃത്വം മാറുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരുവൻ തോമാച്ചനാണെന്ന് കൂട്ടിയോ ആണെന്നല്ല ഞാൻ ഒരു പേര് പറഞ്ഞതേ. ഈ തോമാച്ചൻ ഒരു മകനുണ്ട്. അവനെന്താണ് ദുർനടപ്പുകാരനാണ്. അവൻ ദേശത്ത് എല്ലാവർക്കും ശല്യമാണ്. അവനെന്താണ് എല്ലാവർക്കും പ്രശ്നമാണ്. കള്ള് കുടിച്ച് ദുർനടപ്പ് ആചരിച്ച് ഈ ദേശം പുത്തുമുള്ളിൽ അവനെന്താണ് ഒരു ചീത്ത പേരുണ്ടാക്കിയവനാണ്. അപ്പോൾ അവനെ കാണുമ്പോൾ മനുഷ്യര് പറയും, എടാ ഇതാ തോമാച്ചന്റെ മോനല്ലയോ, എടാ ഇവൻ ഇങ്ങനെ പറ്റിപ്പോയില്ല, അവൻ നശിച്ചു പോയല്ലോ എന്ന് പറയും. എന്നാൽ നോക്കിക്കേ, ഒരു ദിവസം തോമാച്ചന്റെ മകനുണ്ടല്ലോ കള്ളുകൂടിയൊക്കെ അങ്ങ് നിർത്തി വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി വർക്ക് ചെയ്യുക, ആർക്കെങ്കിലും അപകടം വന്നാൽ രക്തം കൊടുക്കുക, ഇങ്ങനെ നല്ല മോനായിട്ട് തീർന്നു. അപ്പോഴും അവർ പറയണ തോമാച്ചന്റെ മോൻ എന്തൊക്കെ നന്മ ഉണ്ടായിട്ടെന്ന് പറയും. അവനെന്താണ് കള്ളു കുടിച്ച് നടന്നപ്പോഴും തോമാച്ചന്റെ മോന്, അവൻ നല്ല രീതിയിൽ ജീവിച്ചപ്പോഴും തോമാച്ചന്റെ മോന്. പ്രിയപ്പെട്ട, നിങ്ങൾ എത്രമാത്രം നല്ല പ്രവൃത്തി ചെയ്താലും നിങ്ങൾ എത്രമാത്രം ചീത്ത പ്രവൃത്തി ചെയ്താലും നിങ്ങൾ ആരാണ്? ആദമിന്റെ മകനാണ്. ആദമിന്റെ മകൻ എന്നുള്ള പദവി മാറാതെ, നമ്മുടെ പിതൃത്വം മാറാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നമുക്കൊരിക്കലും സ്വർഗീയ ഭവനം അവകാശമാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നോക്കിയവന് ദൈവം ആദമിനെ സൃഷ്ടിച്ച നാളിൽ അവൻ വിശുദ്ധനായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് അവന്റെ ആത്മാവിലുള്ള വിശുദ്ധിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് തീർന്നെങ്കിൽ അവന്റെ മക്കളായിരിക്കും നമ്മൾ ഇനി പാപസംബന്ധമായിട്ട് മരിച്ചിട്ടല്ലാതെ, പാപത്തിന് മരിച്ചിട്ടല്ലാതെ നമുക്ക് വിശുദ്ധിയിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. ഒരു മരണം മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഇത് നാളെ കുഴിച്ചിടുന്ന മരണമല്ല പ്രിയപ്പെട്ടവരെ. ആദമിനോട് ദൈവം പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും.
എന്നാൽ അവൻ പഴം തിന്നു, മരിച്ചില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ആത്മാവിൽ അവന്റെ വിശുദ്ധിയിൽ അവൻ മരിച്ച്, അവൻ ദൈവം ആത്മാവാണ്, സാത്താനും ആത്മാവാണ്. വിശുദ്ധനായിരിക്കുന്ന ആദം ആ വിശുദ്ധിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. അവന്റെ ഫിസിക്കൽ ബോഡിക്ക് ഒരു മാറ്റവും വന്നില്ല. അവന്റെ അകത്തെ മനുഷ്യനിൽ അത്ര വെളിച്ചം വന്നത്, അവന്റെ അകത്തെ മനുഷ്യനിൽ അത്ര ഇരുട്ട് വ്യാപരിച്ചത്. വെളിച്ചമായിരുന്ന അവന്റെ അകത്തെ മനുഷ്യൻ ഇരുട്ട് വ്യാപരിച്ച് അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ആ അന്ധകാരം നിറഞ്ഞ അവന്റെ ആത്മീയ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. ആ അന്ധകാരത്തിന്റെ പുത്രനായിരിക്കും നമ്മുടെ അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ ആത്മീയ ശരീരം അന്ധകാരം പിടിച്ചു കിടക്കുന്നു എന്നാണ് പാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ശത്രു. ആ പാപി എന്നുള്ള പദവിയിൽ മരിച്ച്, ആ എന്താണ് പാപി എന്നുള്ള അനുഭവത്തിൽ മരിച്ച് ഇനി വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. അവൻ പഴം തിന്ന നാളിൽ അനുസരണക്കേടിനാൽ ഇങ്ങനെ നശിച്ചു പോയെങ്കിൽ അവന്റെ മക്കളായിരിക്കും നമുക്ക് ഒരു അനുസരണത്തിൽ കൂടെ മാത്രമേ മടങ്ങി വരുവാൻ കഴിയത്തുള്ളൂ. ആകയാൽ ആദമിന്റെ മക്കളായിരിക്കുന്ന പാപികളായിരിക്കുന്ന മനുഷ്യരെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതപുരോഹിതന്മാരും എന്തിനാണ് ഉപദേശിമാര് പോലും പറയും, നല്ലവരായ നാട്ടുകാരെ, ഞാനത് പറയത്തില്ല, ഒരുത്തം പോലും നല്ലവനില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ കള്ളന്മാരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരെ എന്നല്ല ഞാൻ വിളിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രോഗികളെ തേടി, രോഗികൾക്കല്ലേ വൈദ്യരെ കൊണ്ട് ആവശ്യം, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി എത്ര വന്നത്. ഞാൻ ഈ പ്രഭാതത്തിൽ സുവിശേഷം അറിയിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ്. ആയാൽ എന്നെ കേൾക്കുന്ന പാപികളായിരിക്കുന്ന ജനങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാപമോചനം വേണമെങ്കിൽ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. ആദം പാപം ചെയ്ത് അല്ലെങ്കിൽ മരിച്ച് വിശുദ്ധിയിൽ മരിച്ച് അവൻ പാപിയായിട്ട് തീർന്നെങ്കിൽ അവന്റെ മക്കളായിരിക്കുന്ന പാപികളെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന രക്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോൽഗോഥ മലമുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏത് പാപിയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ രക്തം ഇതാ ഗോൽഗോഥ മലമുകളിൽ ആ ക്രൂശിൽ നിന്ന് ഇതാ പരന്നൊഴുകുകയാണ്. അവന്റെ വിലാപ്പുറത്തവർ കുന്തം കൊണ്ട് കുത്തുമ്പോഴും അതിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് വരുമ്പോഴേ മനുഷ്യരുടെ സമാധാനത്തിന്റെ നദിയാണ് അവിടുന്ന് ഉത്ഭവിച്ചത്. ഈ സർവ്വഭൂമിയിലും അത് പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. റാന്നി പട്ടണത്തിൽ അത് ഒഴുകാൻ തുടങ്ങിയിട്ട് നീർച്ചാലുകളായിട്ട് അനേക കൈവഴികളായിട്ട് ഒഴുകാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ആ നീർച്ചാലിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ആത്മാവിന്റെ ശുദ്ധിക്കായിട്ട് ആ രക്തത്തിൽ കുളിക്കാൻ മനസ്സ് വന്നില്ല എന്നുള്ളതാണ് കഷ്ടം. അതേ പ്രിയപ്പെട്ട, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പാപമോചനം നേടുവാൻ വഴിപാടുകൾ ചെയ്യുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് യാഗം കഴിക്കുന്നു, ഇന്ന് നിങ്ങൾ നൊയമ്പ് നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട, യേശുക്രിസ്തുവിനെ നിങ്ങളാണ് പരിഹസിക്കുന്നത്. ഇന്ന് നിങ്ങൾ പെരുന്നാൾ കൂടുന്നു. യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമത്തെ സ്വർഗത്തിൽ ദൈവം അയക്കാഞ്ഞിട്ടും മരിച്ചു പോകുന്ന മനുഷ്യരും ആകാശത്തിൽ വ്യാപരിക്കുന്ന അധികാരങ്ങളെയും ആകാശരാജ്ഞിക്കും ധൂപം കാണിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പരിഹസിച്ചുകൊണ്ട് അവന്റെ ക്രോധമധ്യത്തിൽ ഇരയായിട്ട് തീർത്തിരിക്കുന്നു. അതുകൊണ്ട് അത്രയും നിങ്ങളുടെ ഭവനം ശൂന്യമായിട്ടിരിക്കുന്നത്. അന്നൊരിക്കൽ യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൽ കീഴിൽ പാർപ്പിക്കുന്ന പോലെ നിങ്ങളെ പാർപ്പിക്കുവാൻ എനിക്ക് എത്രപ്പെട്ട മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായിട്ട് തീരും. ആ സ്വർഗത്തിൽ നിന്ന് വന്നവൻ കർത്താവെന്ന് പറയുമ്പോഴും, അതേ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ ഹൃദയത്തില് ആത്മാവിൽ എന്താണ് രാജാവായിട്ട് വാഴിക്കാത്ത ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാകത്തില്ല. ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരണം. യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴും ലോകം അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ലോകത്തിൽ അല്പമെങ്കിലും സമാധാനം വരണമെങ്കിൽ, പൂർണ്ണ സമാധാനം വരണമെങ്കിൽ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരണം. അപ്പൊ അവിടെ പ്രിയപ്പെട്ട, നിന്റെ വീട്ടിലും നിന്റെ ഹൃദയത്തിൽ സമാധാനം വരണമെങ്കിൽ ഈ മഹാരാജാവിനെ നിന്റെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴിക്കണം. അവനെ ഏക കർത്താവായിട്ട് വാഴിക്കാത്ത ഒരു ഹൃദയത്തിൽ സമാധാനമില്ല. നിന്റെ കൊട്ടാരങ്ങൾ കണ്ട് ഉപദേശമാര് കലങ്ങിപ്പോകത്തില്ല. അതേ, നിന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ അറിഞ്ഞ് നിങ്ങളുടെ കരുണയുള്ളവർ ഞങ്ങൾ മാത്രമാ. നിങ്ങളുടെ വേദനകളെ അറിഞ്ഞ് നിങ്ങളെ പറ്റി ഓർത്ത് കരയുന്നത് ഞങ്ങൾ മാത്രമാ. മറ്റാർക്കും നിങ്ങളുടെ നാശത്തിൽ സങ്കടമില്ല, മറ്റാർക്കും നിങ്ങളുടെ നാശത്തിൽ എന്താണ് ഒരു ദുഃഖവുമില്ല. അവർ അന്നത്തെ നിന്റെ സമ്പത്ത് അടിച്ചു മാറ്റുവാനല്ലാതെ എല്ലാവരും മതപുരോഹിതന്മാർ ഉൾപ്പെടെ പറയാണ്, നിങ്ങളുടെ വേദനകളെ ഓർത്ത് തേങ്ങുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ഞങ്ങളെപ്പോൾ ഉപദേശിമാരാ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കിയവന് ആ സ്വർഗീയ ഭവനം കരസ്ഥമാക്കുവാന് ക്രൂശിലേക്ക് ഒന്നുകൂടെ നോക്കിക്കേ. അവന്റെ ശരീരം മുഴുവൻ അടിയേറ്റ് തകർക്കപ്പെടുന്നത് എന്തിനാണ്? നമുക്ക് ഈ ഭവനം ലഭിക്കേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ അനവധി നിരവധിയായിരിക്കുന്ന പാപങ്ങളുടെ ശിക്ഷ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ചുമത്തേണ്ടി വന്നു. പ്രിയപ്പെട്ട, എത്ര മണിക്കൂർ വേണ്ടിയാലും പ്രസംഗിക്കാൻ എന്റെ പക്കല് ദൈവം അഭിഷേകം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്, വചനവും തന്നിട്ടുണ്ട്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവനേറ്റ് ആ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോഴേ പിതാവായ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതേ, തന്റെ പുത്രനേക്കാൾ ഉപരി പാപിയായിരിക്കും നമ്മളെ ഓരോരുത്തരും ദൈവം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചല്ലോ. യേശുക്രിസ്തുവോ സ്വർഗത്തിൽ പിതാവിന്റെ മടിത്തട്ടിൽ അനാദികാലം മുതലുണ്ടായിരുന്നു. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ട
സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് കാലമുണ്ടായത്. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് കാലമില്ല. ആ അനാദി കാലം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്. അതിന് വർഷങ്ങളില്ല പ്രിയപ്പെട്ടവരെ. അതായത് ദൈവം ഉണ്ടായി വന്നതല്ല, ഉണ്ടാക്കപ്പെട്ടതുമല്ല, അവനുള്ളവനാണ്. അന്ന് മുതൽ പിതാവും പുത്രനും ഒന്നായിരുന്നു. എന്നാൽ ആ പുത്രൻ ഇതാ ക്രൂശിൽ വെച്ച് പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടി വന്നു. നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജിയായിട്ട് അവന്റെ പിതാവും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുന്ന വെറും ഒരു മനുഷ്യനായിട്ട് പുത്രനും മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ ആ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് തടസ്സമായിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷ ദൈവ ന്യായ പ്രമാണത്തിന് മുമ്പിൽ യേശുക്രിസ്തു ഏറ്റത് വഴി ആ സ്വർഗ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. തിരശീല കീറിക്കളഞ്ഞിരിക്കുന്നു. ഇന്നും തിരശീലയ്ക്ക് പുറകിലിരിക്കുന്നവരെ നിങ്ങൾ യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നതെന്ത്, അവന്റെ ക്രൂശിനെ നിഷേധിക്കുന്നതെന്ത്? ആ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തോടെ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ആ തിരശീല എന്ന നടിച്ചുവര് ആ ദൈവത്തിന് നമ്മളോടുള്ള ആ പ്രതികാരം നീക്കം ചെയ്തുകൊണ്ട് ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ, വിശ്വാസത്താൽ കടന്നു ചെല്ലുവാന്, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഇനി യാഗം കഴിക്കുന്നവൻ കുറ്റവാളി, ഇനി ബലി ചെയ്യുന്നവൻ കുറ്റവാളി, ഇനി നോയമ്പ് നോക്കുന്നവൻ കുറ്റവാളി. അതേ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലെന്നുള്ളതിന്റെ തെളിവ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചപ്പോൾ ഇതാ തിരശീല കീറി നമുക്ക് സ്വർഗീയ പ്രവേശനം സൗജന്യമായിട്ട് സാധ്യമാക്കി തന്നത് വഴി അവൻ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് കരയേറ്റിക്കൊണ്ടുപോയിരിക്കുന്നു. അവനിപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അമർന്നിരിക്കുന്നു. എന്നാൽ താമസം വിന യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ അവൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭവനം നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ ഒരു പൈസ പോലും കൊടുക്കാതെ നിങ്ങളുടെ മാനസാന്തരത്തിൽ കൂടെ ആ സ്വർഗീയ ഭവനം ഒരിക്കലും തീർന്നു പോകാത്ത നിത്യഭവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തന്നെ താഴ്ത്തണം. നിങ്ങൾ ഏതോ വലിയവനാണെന്നുള്ള ബോധം വിട്ടിട്ട് നീ പാപിയാണെന്നുള്ളത് അംഗീകരിക്കണം. ദൈവം മാത്രമേ, യേശുക്രിസ്തു മാത്രമേ നല്ലവനും വലിയവനുമായിട്ടുള്ള ബോധത്തിൽ വന്നിട്ട് ഇന്നലെ ജനിച്ച നാളെ മരിച്ചു പോകുന്ന പുഴുവായിരിക്കുന്ന എനിക്ക് എന്നേക്കും ജീവിക്കുന്ന ഭവനം വേണമല്ലോ, എനിക്കൊരു പാപമോചനം വേണമല്ലോ നിങ്ങൾ ആഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാനസാന്തരപ്പെടണം. അതായത് ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യേശുക്രിസ്തുവിനെ അല്ലാതെ നിങ്ങൾ ആരെ ആരാധിച്ചാലും, ആരുടെ മുമ്പിൽ മുഴങ്കാലം അടയ്ക്കാലും നിങ്ങൾ കുറ്റക്കാരാണ്. യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. മറ്റാരും സ്വർഗം വിട്ട് ഇറങ്ങി വന്നിട്ടില്ല. മറ്റൊരു വ്യക്തി പോലും സ്വർഗം കണ്ടിട്ടില്ല. പിതാവിന്റെ മടിത്തട്ടിലിരുന്ന പുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അവനാണത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ടും അവൻ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ തെളിയിക്കപ്പെട്ടിരിക്കാല് അവനെ മാത്രമേ ആരാധിക്കാവൂ. മരിച്ചു പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ കുമ്പിടല്ലേ. മരിച്ചു പോകുന്ന പാപികളായിരിക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നിങ്ങൾ തല കുമ്പിട്ട് നിങ്ങൾ നശിച്ചു പോകല്ലേ. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മാത്രം തലകളെ വണക്കുക. അവൻ നിങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായിട്ട് മറ്റെല്ലാ ആരാധനകളെയും വിട്ടുകളഞ്ഞ് ഇവനെ മാത്രം ആരാധിപ്പാൻ യോഗ്യനായിട്ട് കണ്ടെത്തിക്കൊള്ളുവാൻ. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. ഞാൻ പറഞ്ഞല്ലോ, ആദം വിശുദ്ധനായിരുന്നു. അവൻ മരിച്ചിട്ടാണ് പാപിയായിട്ട് തീർന്നെങ്കിൽ, മരണം മുഖാന്തരം അവന്റെ ആത്മീയ ജീവിതം മരണത്തിലേക്ക് പോയെങ്കിൽ, നാശത്തിലേക്ക് പോയെങ്കിൽ അവന്റെ സന്തതിയായിരിക്കും നമ്മളും ഒരു മരണത്തിൽ കൂടിയല്ലാതെ തിരിച്ച് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതിനാണ് ദൈവം വെച്ചിരിക്കുന്ന നിയമം സ്നാനം. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പ്. രണ്ട് കള്ളന്മാരിൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് മരിച്ച് സ്വർഗത്തിൽ പോയി. അതേ സ്വഭാവമുള്ള മറ്റേ കള്ളനോ യേശുക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോയി. അത് സ്നാനമല്ല, അതിനകത്ത് വലുത് സ്നാനത്തിന് മുമ്പുള്ള മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ യേശുക്രിസ്തുവിനോട് ക്രൂശിൽ മരിപ്പാൻ സ്നാനം ഏൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ട സ്വർഗത്തിലേക്കുള്ള മുദ്ര. ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. പള്ളികളിൽ ഏതാണ് കല്ലറ ചെയ്ത ധൂപ്രാർത്ഥന നിങ്ങളെ ലജ്ജിപ്പിക്കത്തേ ഉള്ളൂ. ഒരുത്തനത് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉന്നത പാപങ്ങളെ താട്ടി നഗരഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ആ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ നാമം വിളിച്ചു പറഞ്ഞ് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ആ വലുതും മനോഹരവുമായിരിക്കുന്ന, ഒരിക്കലും തീർന്നു പോകാത്തതും ഉദാത്തവുമായിരിക്കുന്ന ആ സ്വർഗീയ ഭവനം കരസ്ഥമാക്കിക്കൊണ്ട് വേണം, ഉറപ്പിച്ചു വേണം ഭൂമിയിൽ നിന്ന് മരിക്കാന്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തു മുഖാന്തരം റാന്നി പട്ടണത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി.